അയ്യോ, കാപ്പിയെ കുറിച്ച് ഇപ്പൊ പുകഴ്ത്തി പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും കളഞ്ഞു. അയ്യോ ക്ഷമിക്കൂ സർ, അബദ്ധത്തിൽ പറ്റിപ്പോയതാ. ഏയ്, മോൾക്കറിയാതെ പറ്റിപ്പോയതല്ലേ, അതിനെന്താ ഇത്ര വിഷമിക്കുന്നേ? അല്ല, ഞാൻ കാരണം സാറിന്റെ ഷർട്ട്. ഈ ഷർട്ടിന്റെ കാര്യത്തിൽ എനിക്കൊരു വിഷമവുമില്ല, പക്ഷേ കാപ്പി പോയതിൽ എനിക്ക് വിഷമമുണ്ട്. അതിനെന്താ, പാർവതി ഒരു കപ്പ് കൂടി ഉണ്ടാക്കി തരും അല്ലേ പാർവതി? ഉറപ്പായും സർ. അങ്കിള് വരൂ, ഞാൻ വാഷ്റൂം കാണിച്ചു തരാം. ആ, നടന്നു. സത്യമായിട്ട് ഞാൻ കരുതിക്കൂട്ടി ചെയ്തല്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? വീട്ടിൽ നിന്ന് കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളിയ ആളെന്താ ഇപ്പൊ ചിരിച്ച് സംസാരിക്കുന്നത്? സംശയം ഉണ്ടാവൂലേ? നടന്നതിനെ കുറിച്ച് ആലോചിച്ച് കളയാൻ എനിക്ക് സമയമില്ല. എന്റെ മോന്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നത്. അതിന് ഒരുപാട് ഒരുക്കങ്ങൾ നടത്താനുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും ആളുകൾക്കും വേണ്ടി കളയാൻ എനിക്ക് സമയമില്ല. നാളെ നീ എന്തായാലും അമ്പലത്തിൽ വരണം, ചടങ്ങിൽ പങ്കെടുക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. പിന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ നീ കോഫി നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പ്രിയന്റെ കല്യാണത്തിന് കോഫി നീ തന്നെ ഉണ്ടാക്കണം.